പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ നല്ല കർത്താവിനെ ഈ രാത്രിയിലും ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പകലത്തെ സെക്ഷനിൽ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയാം, എൻ്റെ ശബ്ദം ഒത്തിരി ആമേൻ അടഞ്ഞിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ ആമേൻ അവിടെയുള്ള റെസ്പോണ്ടിങ് ആണ് ഇന്ന് രാത്രിയിലും ആമേൻ ഇതിനകത്ത് ആമേൻ കർത്താവ് ദൈവത്തിൻ്റെ ആലോചനകൾ തരുന്നത്. ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണ സമർപ്പണത്തോടെ ആമേൻ ഇതിനകത്തായിരിക്കുമ്പോൾ ഒത്തിരി ഭാരങ്ങളുമായിട്ടായിരിക്കുന്നത്. വീട്ടിലെ ഭാരം, സാമ്പത്തിക വിഷയം, കുടുംബത്തിലെ ഓരോ വിഷയങ്ങൾ, ആമേൻ വീട്ടിൽ ആമേൻ വെച്ചിട്ട് വന്ന നല്ല ഭക്ഷണങ്ങൾ, ആമേൻ ഇതൊക്കെയും നമ്മുടെ മുമ്പിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഭർത്താവ് രാത്രി വരുമ്പോൾ എങ്ങനെ വരും, മക്കൾ വരുമ്പോൾ എങ്ങനെ വരും, എങ്ങനെയായിരിക്കും ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുവാൻ പോകുന്നത്, രാവിലെ തൊട്ടുള്ള 100 കൂട്ടം ചിന്തകളുടെ മധ്യയായിരിക്കും ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ ചിന്തകളെ ഇന്ന് രാത്രി ആമേൻ എടുത്തു മാറ്റിയിട്ട് ഒരു ഒഴിഞ്ഞ പത്രമായി ഇന്ന് രാത്രിയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആരൊക്കെ മനസ്സ് വെച്ച് ഇതിനകത്തായിരിക്കുന്നു, ആമേൻ ഞാൻ വ്യക്തമായി ദൂത് വിളിച്ചു പറയട്ടെ, ആരൊക്കെ ഒഴിഞ്ഞ പാത്രമായി ഇന്ന് രാത്രി ഇതിനകത്തായിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, ഒഴിഞ്ഞവളായി നീ ആയിരിക്കുന്നുവെങ്കിൽ, ഒഴിഞ്ഞവനായി നീ ആയിരിക്കുന്നുവെങ്കിൽ, നിശ്ചയമായി ഇന്ന് രാത്രി ആമേൻ ഉപവാസത്തിൻ്റെ 17ാമത്തെ രാത്രിയിൽ കഴിഞ്ഞ 16 രാവും പകലും അളവറ്റ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരുന്നെങ്കിൽ, ഈ 17ാമത്തെ രാത്രിയിലും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഇന്ന് രാത്രി നിശ്ചയമായി നിങ്ങൾ നിറഞ്ഞ് ഇതിനകത്തു നിന്ന് പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിറഞ്ഞില്ലെങ്കിൽ ഓർത്തോളണം, അകത്ത് എന്തൊക്കെയോ ആമേൻ കയറിയിരിപ്പുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അശുദ്ധമായതും ആമേൻ ഹല്ലേലൂയ ആമേൻ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിന് നിറയ്ക്കാൻ പറ്റാത്തതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉപവാസത്തിൻ്റെ 17ാമത്തെ രാത്രിയിൽ അതിനെ അങ്ങ് പാടെ എടുത്ത് മാറ്റിയാട്ടെ. കാരണം ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിന് ഉള്ളിനകത്ത് ഫില്ല് ചെയ്യണമെങ്കിൽ ചിലതൊക്കെ നമ്മുടെ ഉള്ളിനകത്ത് നിന്ന് മാറണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ നിനക്ക് കഴിയാത്തത് എൻ്റെ കയ്യിലിട്ടേക്ക്. ആമേൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ. ചിലതൊന്നും നിങ്ങളെ കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ചില രോഗങ്ങൾ, ചില കഷ്ടതകൾ, ചില പ്രശ്നങ്ങൾ ആമേൻ ഉപദേശിച്ചിട്ടും നന്നാവാത്തതുണ്ട്. ആമേൻ എത്ര പറഞ്ഞിട്ടും അംഗീകരിക്കാത്തതുണ്ട്. അത് നീ ഇനിയും പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ആമേൻ. അതുകൊണ്ട് സകല ഭാരങ്ങളും, സകല ചിന്തകളും, സകല ആവശ്യങ്ങളും ആമേൻ ഹല്ലേലൂയ ലോകത്തിന് തരുവാൻ പറ്റാത്ത സകലതും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പൂർണ്ണമായി എറിഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരല്പം പോലും ദൈവവചനത്തിന് ആമേൻ നിറഞ്ഞിരിക്കാൻ പറ്റാത്തതായി എന്തെങ്കിലും കരടുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് പൂർണ്ണമായി എടുത്തു മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ എന്നോട് ഇന്ന് രാത്രി സംസാരിക്കണമേ. കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ഞാൻ എല്ലാ മെസ്സേജുകളിലും പറയുന്നത് പോലെ വീണ്ടും ഞാൻ പറയാം, ഈ പ്ലാറ്റ്ഫോമിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിൽക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. കാരണം ഒത്തിരി പേർക്ക് കിട്ടാത്ത മകൾ ഭാഗ്യം. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ആമേൻ സോഷ്യൽ മീഡിയാസ് നോക്കുമ്പോൾ ആമേൻ യൗവന തലമുറകൾ ആമേൻ ഹല്ലേലൂയ എൻ്റെ പ്രായത്തിലുള്ള അനേകർ, എന്നെപ്പോലുള്ള സമശിഷ്ടങ്ങൾ അനേകർ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടപ്പോൾ ആമേൻ എൻ്റെ കഴിവോ, എൻ്റെ മിടുക്കോ, എൻ്റെ യോഗ്യതകളോ യാതൊന്നുമല്ല എന്നെ നിർത്തിയിരിക്കുന്നത്. സ്വർഗത്തിലെ അപ്പൻ എന്നെ കണ്ട് മനസ്സലിഞ്ഞത് കൊണ്ട്, സ്വർഗത്തിലെ അപ്പന് ഇനിയും വാഗ്ദത്തങ്ങളെ നിറവേറ്റാനുള്ളത് കൊണ്ട് ആമേൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കുടുംബമായി തന്നെ സ്വർഗത്തിലെ അപ്പൻ ആമേൻ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്നിരിപ്പാൻ കർത്താവ് അവസരം നൽകി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതകളോ ആമേൻ ഹല്ലേലൂയ ഇതിനകത്ത് ആമേൻ നിൽക്കുമ്പോൾ, ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ ജിത്തു എന്നെ നോക്കി, ഞാൻ ജിത്തുവിനെ നോക്കി. ജിത്തുവിന് കാര്യം പിടികിട്ടിയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ ഇതുവരെയും കർത്താവ് നടത്തിയ വിധങ്ങൾ, ഇന്ന് ആമേൻ രാവിലെ മുതൽ ഇതിനകത്ത് നിൽക്കുന്ന ഒരു പ്രസൻസ് ഉണ്ട്. ആമേൻ ഹല്ലേലൂയ ഇതിനകത്ത് നിൽക്കുന്ന ഒരു വലിയൊരു ആത്മീക സന്തോഷമുണ്ട്. അതിനെ ചോർത്ത് നിർത്തി ഞാൻ ഇവിടെ ഇരുന്ന് ആമേൻ ദൈവത്തിന് നന്ദി പറയുവാനിടയായി. കാരണം ദൈവത്തെ പാടുവാനും, കാരണം ആമേൻ പണ്ട് കാലങ്ങളിൽ ആമേൻ ഒരാൾ മാത്രമേ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ളൂ. ഇന്ന് ആമേൻ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ തർക്കമാണ്, പാടുവാൻ തർക്കമാണ്. ആമേൻ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആമേൻ അങ്ങനെയുള്ള തർക്കങ്ങളിലൂടെ അനേകരെ ഇതിനകത്ത് കർത്താവ് നിർത്തട്ടെ. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥന പാസും ഞാനും ആമേൻ ആൻറ്റിയും ആമേൻ ഞങ്ങൾ 2017 മുതൽ ഈ ആമേൻ ആലയത്തിനകത്തിരുന്ന് അന്നുള്ള രൂപഭംഗി
വാങ്ങിയതൊന്നുമല്ല. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ഇതിനകത്തിരുന്ന് കരഞ്ഞതിൻ്റെ റിസൾട്ട് 2024 ആമേൻ അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ സ്വർഗത്തിലെ അപ്പൻ സഹായിച്ചത്. ഞാനതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. കാരണം ആമേൻ ഒന്ന് കൈത്താങ്ങുവാൻ, ഒന്ന് കൂടെ എന്ന് നിൽക്കുവാൻ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആ സമയത്തൊക്കെയും സ്വർഗത്തിലെ അപ്പനോട് പ്രാർത്ഥിച്ചു. ആമേൻ 2017 പ്രാർത്ഥിച്ചെങ്കിലും ആമേൻ ആ വാഗ്ദത്തം കേട്ടത് 2006 ഓർക്കുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണേ. 2006 മുതൽ 2024 വരെ വാഗ്ദത്തത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. എന്നിട്ടും സ്വർഗത്തിലെ അപ്പൻ വാഗ്ദത്തം നിറവേറ്റാതെ പോയിട്ടില്ല. അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനൊരു ശബ്ദം നിന്നോട് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിലും ആരോടൊക്കെയുള്ളൊരു ദൂത പരിശുദ്ധാത്മാവ് നിന്നോടൊന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വരുത്തി തീർക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവില് നമ്മൾ ഇരിക്കുന്നത്. അവന്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അവന്റെ കണ്ണിന് മറവായിട്ടൊന്നുമില്ല. സകലതും അവൻ മുഖാന്തരം ഉളവായി. അവൻ ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായതല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും നീ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ തലമുറയെ കുറിച്ച് കേട്ട വാഗ്ദത്തം, നിന്റെ കുടുംബത്തെ കുറിച്ച് കേട്ട വാഗ്ദത്തം, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് കേട്ട വാഗ്ദത്തം, ഓ റമന ശംദനെ റേഥേലഗഡഗ ശംദന, നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്നെ വാഗ്ദത്തം ചുമക്കുന്നവളാക്കി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, വാഗ്ദത്തം ഒന്നുപോലും മുടങ്ങിപ്പോകത്തില്ല. ചിലപ്പോ 10 വർഷം കാത്തിരിക്കേണ്ടി വരുമായിരിക്കാം, ചിലപ്പോ 24 വർഷം കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ പറഞ്ഞവന്റെ വാക്ക് അവൻ പാലിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തം എന്തെന്ന് പറയാൻ വേണ്ടിയിട്ടാ ആമേൻ ഹല്ലേലൂയ. ആ കേട്ട ആലോചനയുടെ നിവർത്തീകരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ആമേൻ. നമ്മൾ സാക്ഷികളുടെ വലിയൊരു സമൂഹമാണല്ലോ നമുക്ക് ചുറ്റിലുമുള്ളത്. ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആമേൻ ആലയത്തിനകത്തിരുന്ന് ആരും മുട്ടുമടക്കിയിട്ടുണ്ടോ? ആമേൻ. ഹന്ന ആലയത്തിനകത്തിരുന്ന് മണിക്കൂറോളം സകലതും വെടിഞ്ഞിരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞു. ആമേൻ. ഞങ്ങളും വർഷങ്ങൾ ഇതിനകത്തിരുന്ന് കരഞ്ഞു. മഴ നനഞ്ഞ് ആമേൻ നനവും എങ്ങനെ അത് പറയണമെന്നറിയത്തില്ല. മഴ നനഞ്ഞ് ആമേൻ അന്ന് ഇങ്ങനെ പോലുമുള്ള തറയല്ല. ആമേൻ. ഈ റെഡോക്സോയുടെ ഒന്നും വന്നിട്ടിട്ടില്ല. ആമേൻ. പൊടി പറക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ആലയമാണ്. ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആമേൻ 3 പേരുടെയും പാസ്റ്ററിന്റെയും എന്റെയും ആമേൻ മൂത്ത മകന്റെയും വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാവരും പറയും ഒതുങ്ങി നിന്നിട്ട് വരേണ്ടതല്ലേ? ആമേൻ. ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിഷ്ഠയായിരുന്നു. പ്രിയ ദൈവമക്കളെ, സമയം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ആമേൻ അവസരങ്ങൾ നോക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കി ഇതിനകത്ത് കരഞ്ഞത് മുഴുവനും കർത്താവേ, ഈ സ്ഥിതിക്ക് നീ ഒരു വ്യത്യാസം വരുത്തണമേ, ഈ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തണമേ. പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ദീർഘനാൾ കരഞ്ഞു. ആമേൻ. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ചില വാഗ്ദത്തങ്ങളൊക്കെ കാണുവാൻ. പ്രിയ ദൈവമക്കളെ, ഇതിനിടയിൽ ഒത്തിരി പ്രശ്നം വന്നു, ഒത്തിരി പ്രതികൂലം വന്നു. ഇല്ലേ, 2021 ആരംഭം മുതൽ ഈ വാഗ്ദത്തം കാണിക്കാതിരിക്കാനാ പിശാച് ഈ മണ്ടയ്ക്ക് നിന്ന് താഴെയിട്ട് അവിടെ തകർത്തു കളയുവാൻ. കാരണം നീ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് നിന്റെ കണ്ണുകൊണ്ട് നീ കാണരുത്. ഇതിനകത്ത് വന്നിരുന്ന് നീ സ്തുതിക്കരുത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. തൊണ്ടയ്ക്കകത്ത് ബുദ്ധിമുട്ട് കൊണ്ടിട്ടോ അവിടെയും ഒതുക്കിക്കൂട്ടുവാൻ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പിശാചിന്റെ തന്ത്രങ്ങളെ അതിനകത്തും ഉപവസിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തത്തെ കൊണ്ടുവരുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ മാതാപിതാക്കളോടും, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാതാപിതാക്കളോടും യൗവന തലമുറകളോടും ഞാൻ പറയട്ടെ, ആമേൻ. വാഗ്ദത്തം പ്രാപിച്ചില്ലെന്ന്, വാഗ്ദത്തം നിവർത്തീകരിച്ചില്ലെന്ന് നീ ഭാര
ഭാരപ്പെടേണ്ട. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 3-ാം അധ്യായം ആണെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ആമേൻ അത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വൈകിയാലും അതും വരും നിശ്ചയം. അതിനു വേണ്ടി കാത്തിരിക്കുക. ആമേൻ ദർശനവും വാഗ്ദത്തവും പ്രാപിക്കുവാൻ കാത്തിരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഒന്നിനും ചാടിയിറങ്ങിയില്ല. ആമേൻ അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവാൻ തയ്യാറായപ്പോൾ പ്രശ്നം വന്നു ഇട്ടിട്ട് പോകാൻ, പ്രതികൂലം വന്ന് ഇട്ടിട്ട് പോകാൻ, ആമേൻ ദൂരത്തിന്റെ ഇത് കണ്ട് ആമേൻ പലരും പറഞ്ഞു ഇവർക്ക് വേറെ പണിയില്ലേ, അവൻ എന്തിനാ ഇവിടെ ആമേൻ ഇത്രയും ദൂരെ വരുന്നത്, ഇവിടെ എന്ത് കണ്ടിട്ടാ, ഇവർക്ക് എന്ത് കിട്ടും ഇവിടെ നിന്ന്. ആമേൻ പ്രിയ ദൈവമക്കളെ, ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നതിന് വേണ്ടി അല്ല ഓടിയത്, ഉയരത്തിലുള്ളത് പ്രാപിക്കാൻ ഇതിനകത്തിരുന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ, ഇവിടെ നിന്ന് ലോകത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളെ മാനിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആമേൻ വാഗ്ദത്തം പറഞ്ഞ ദൈവം അത് വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, നിന്റെ തലമുറകളെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്തൊക്കെ പറഞ്ഞോ ഇതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ പ്രാപിച്ച ഒത്തിരി പേർ ഇതിനകത്തുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ബേബി ആൻറ്റി വളരെ സന്തോഷത്തോടെ കൊച്ചുമക്കളുടെ വാഗ്ദത്തം ചുമന്നുകൊണ്ട് നിവർത്തീകരണം കണ്ടുകൊണ്ട് ഇതിനകത്തായിരിക്കും. നമ്മളെല്ലാം സാക്ഷികളായിട്ടോ. ആമേൻ. നമ്മളെല്ലാം ആമേൻ ഹല്ലേലൂയ ഒത്തിരി അനുഭവമുള്ളവരാ. അനുഭവം ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് ആമേൻ നിന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. അനുഭവം ഉള്ളവർക്ക് മാത്രമേ, ആ അനുഭവത്തിന്റെ തീ അനുഭവിച്ചവർക്ക് മാത്രമേ ആ തീയിൽ ചവിട്ടി നടന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് വർണ്ണിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവൻ മറന്നു പോകത്തില്ല. നമ്മളൊരു പക്ഷേ മറന്നു പോയേക്കാം. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു കർത്താവ് ഞങ്ങളെ ഇങ്ങനെയായിരിക്കും വിളിച്ചേ. ഒത്തിരി പേർ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ പൊതു മിനിസ്ട്രിയിലേക്ക് കാൽവെക്ക്. ആമേൻ ഹല്ലേലൂയ. അന്നും കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. അപ്പാ ആമേൻ ദൈവം ഏൽപ്പിച്ചതിനെ വിട്ട് അപ്പൻ്റെ അടി വാങ്ങിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം യോനയുടെ നിനവയിലേക്ക് പോയപ്പോൾ ആമേൻ യോന തർശീസിലേക്ക് പോയി. പിന്നെ ആ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് ഉള്ള നാറ്റവും കൊണ്ട് ഉപവാസം എടുത്ത് എന്തിനാ വെറുതെ. അതിനേക്കാൾ ആമേൻ ഹല്ലേലൂയ അപ്പൻ പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി ഞങ്ങൾ മുട്ടുമടക്കുവാൻ തയ്യാറായി. ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, സഭ ആമേൻ മിക്ക ആമേൻ പേരും ഞങ്ങളോടൊപ്പം മുട്ടുമടക്കുവാൻ തയ്യാറായി. അതുകൊണ്ടാ കർത്താവ് ഈ വാഗ്ദത്തത്തെ കാണുവാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ചോർത്ത് കർത്താവ് നിർത്തിയത്. അതിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയ ദൈവവചന ചിന്തിക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. പിന്നെ അവൻ പടകുകളെ കരയ്ക്കടിപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പിന്നെ അവൻ പടകുകളെ കരയ്ക്കടിപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും ഗെന്നസരേത്ത് തടാകത്തിൽ ആമേൻ ഹല്ലേലൂയ ഇതാ യേശു ആമേൻ ദൈവവചനം ഉപദേശിക്കുവാനും ആമേൻ ഹല്ലേലൂയ ദൈവവചനം ആമേൻ പഠിപ്പിക്കുവാനുമായി ഇതാ ഗെന്നസരേത്ത് തടാകത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ നസ്രയനായ യേശു ആമേൻ ഇതാ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും അവൻ ഗെന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ ആമേൻ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തടാകത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് നസ്രയനായ യേശു കണ്ടു. ആമേൻ ഹല്ലേലൂയ. അവിടെ ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നിരിക്കും. ഹല്ലേലൂയ. ഉണ്ടായിരുന്നിരിക്കും എന്നല്ല, അവിടെ ഉണ്ടായിരുന്ന പടകുകളിൽ ആമേൻ ഹല്ലേലൂയ കരയ്ക്കടുത്ത് നിന്നത് ശീമോനുള്ള 2 പടകായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാക്കി പടകുകളെല്ലാം ആമേൻ ഹല്ലേലൂയ ആ തടാകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴുകി നടത്തുന്നുണ്ടാകും, കെട്ടിയിട്ടിട്ടുണ്ടാകും. ആമേൻ. മറ്റുള്ളതും അവിടെ കാണും. ചിലതൊക്കെ ആമേൻ മീൻ പിടിച്ചിട്ട് ആമേൻ ആമേൻ വള്ളത്തിൽ കിട്ടിയത് കാണും, കിട്ടാത്തത് കാണും, ശൂന്യവലകൾ കാണും, നിറഞ്ഞത് കാണും. ഇതൊക്കെയും കൊണ്ട് പലരും പല സൈഡിൽ നിന്ന് വല കഴുകുന്നുണ്ട്, ആമേൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ആമേൻ ശിമോന്റെ ആമേൻ ഹല്ലേലൂയ പടകിൽ ആമേൻ ഇതാ ആമേൻ വല ആമേൻ കഴുകിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ നിൽക്കുന്നത് നസ്രയനായ
എന്നെ യേശു കാണുവാനിടയായി. പ്രിയ ദൈവ പൈതലേ, ആമേൻ, അവിടെ ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വാഗ്ദത്തമുള്ളവന്റെ പടകിൽ സ്വർഗത്തിലെ അപ്പൻ കാൽച്ചുവട് വെക്കുവാനിടയായി. ആമേൻ, ഇന്ന് രാത്രിയിലും നിനക്ക് വാഗ്ദത്തമുണ്ടോ? നിന്നെ കർത്താവ് ഉയർത്തുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പടകുകളെ കണ്ടില്ലേലും ഒത്തിരി പടക് കാണുമായിരിക്കും, ഒത്തിരി വ്യക്തികൾ നിന്റെ സമൂഹത്തിൽ കാണുമായിരിക്കും. പക്ഷെ നീ വ്യത്യസ്തനാ, നീ വ്യത്യസ്തനാ, നീ വ്യത്യസ്തതയുള്ളവളാ. ആമേൻ, സ്വർഗത്തിലെ അപ്പൻ നിന്റെ പടകിനെ നോക്കിയ ലക്ഷ്യം വെക്കുന്നേ. നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ സ്തുതിച്ചു തുടങ്ങിക്കോ. നിന്റെ പടകിൽ ആമേൻ, നീ ആമേൻ ആയിരിക്കുന്ന പടകിൽ സ്വർഗത്തിലെ അപ്പനെ ഒന്ന് കൈപിടിച്ചു കയറ്റുവാൻ നോക്ക്. നിന്റെ ലെവല് മാറുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ മീൻ പിടിക്കാൻ ഇറങ്ങി. ആമേൻ, അവൻ മീൻ പിടിക്കാർ ആമേൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആമേൻ, വല കഴുകി. ആമേൻ, അവർ ആമേൻ ഇനി ആമേൻ ഒന്നും കിട്ടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. കടലിൽ എന്തായാലും തടാകത്തിൽ എന്തായാലും വലയെറിഞ്ഞതല്ലേ, അത് കഴുകാതെ വെക്കാൻ പറ്റത്തില്ലല്ലോ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ആമേൻ, ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി. ഇനി ആമേൻ ഉണ്ടാകത്തില്ല, ഇനി കെട്ടത്തില്ല. പരാജയത്തിന്റെ പടുകുഴിയിൽ ആമേൻ ലജ്ജിക്കപ്പെട്ട്, ആമേൻ നിന്ദിക്കപ്പെട്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ ശീമോന്റെ ആമേൻ പടകിൽ ഇതാ വല കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ആമേൻ മറ്റുള്ളവർക്ക് കിട്ടിക്കാണും. ആമേൻ, മറ്റുള്ള വലകളിൽ ഒന്നെങ്കിലും കിട്ടിക്കാണും. പക്ഷേ ഇവരുടെ വലയിൽ ഒന്നും കിട്ടിയില്ല. കാരണം താഴോട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. നാദാ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ആമേൻ കിട്ടിയില്ല. അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. ആമേൻ, അടുത്ത് നിന്ന മറ്റു വള്ളങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിക്കാണും. പക്ഷേ ശീമോന്റെ ആമേൻ പടകിന് മാത്രം ഒന്നും കിട്ടിയില്ല. കാരണം ആമേൻ, അത് കിട്ടാത്തത് ദൈവത്തിനൊരു വലിയ പ്രവൃത്തി ചെയ്യാനുണ്ട്. ചിലയൊക്കെ ആമേൻ വിടുതൽ സംഭവിക്കാതെ കിടക്കുന്നത് അപ്പന പടകിനകത്തൊന്ന് കയറേണ്ടതുണ്ട്. ഇതുവരെയും കയറിയത് പോലെയല്ല, ഇതുവരെയും തിരിച്ചറിഞ്ഞത് പോലെയല്ല, ഇതുവരെയും അനുഭവിച്ചത് പോലെയല്ല. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ നടക്കണമെങ്കിൽ, ചിലതൊക്കെ ഉണ്ടാകണമെങ്കിൽ ചില വലകളൊക്കെ കഴുകണം. ചില വലകളൊക്കെ കഴുകി തുടങ്ങിയിട്ടുണ്ട്. ചില വലകളൊക്കെ കഴുകി തുടങ്ങിയിട്ടുണ്ട്. ഞാനത് ആത്മാവിൽ വിശ്വസിക്കുന്നു. വല കഴുകിയിട്ടുണ്ടെങ്കിൽ പുതിയത് നിറയാൻ വേണ്ടിയാ. വല കഴുകിയിട്ടുണ്ടെങ്കിൽ ആമേൻ, വല ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പടക് നിറയുവാൻ വേണ്ടിയാ. ജൂഡമന ജൂഡാനഗസിയംദേനെ റീധാലഗടക ശബ്ദനാരകൾ കടകസി. ഇതുവരെയും ഇല്ലാത്ത പ്രശ്നം, ഇതുവരെയും ഇല്ലാത്ത പ്രതിസന്ധി, ഇതുവരെയും ഇല്ലാത്ത കാറ്റും കോളും നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളണം. എൻ്റെ പടകിലെ കർത്താവിനെ ഒന്ന് തട്ടി ഉണർത്തുവേണ്ട സമയമായി, ഒന്ന് തട്ടി ഉണർത്തേണ്ട സമയമായി. അപ്പനെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ നിൽക്കരുതേ. സ്വർഗത്തിലെ അപ്പനെ വിട്ടിട്ട് ഒരു പ്ലാനിങ്ങും ചെയ്യുവാൻ നിൽക്കരുതേ. പരാജയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കവിടെ വീണ്ടും കാണുവാൻ കഴിയും. ആമേൻ, ആ പടകുകളിൽ ശീമോനുള്ളതായ ആമേൻ, ഹല്ലേലൂയ, അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പന് വെളിപ്പാട് കിട്ടി. ആമേൻ, ബാക്കിയുള്ളവന്മാർക്കെല്ലാം ആമേൻ എന്തെങ്കിലുമൊക്കെ കിട്ടി. ശീമോന് മാത്രമാ കിട്ടാത്ത. കാരണം അവനെ എനിക്ക് ചിലതൊന്ന് കാണിക്കണം, അവനെ ചിലതൊന്ന് പഠിപ്പിക്കണം, അവൻ ചിലത് ആമേൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ കരുതൽ എന്തെന്ന് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവൻ്റെ പടകിലിരുന്ന് ദൈവത്തിന്റെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ ചിലതൊക്കെ ആമേൻ കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. യേശു കർത്താവ് മറ്റു പടകുകളിൽ ഒന്നും കയറിയില്ല. ആമേൻ, മറ്റു പടകുകളെയൊന്നും കർത്താവ് ശ്രദ്ധിച്ചില്ല. ഞാൻ ചിന്തിക്കുന്നു, ആമേൻ, ഹല്ലേലൂയ, അപ്പന്റെ കണ്ണിൽ അതെല്ലാം മറഞ്ഞിരുന്ന് കാണും. ശീമോൻ്റെത് മാത്രം അപ്പന്റെ കണ്ണിൽ ഒന്ന് തൊടുത്തി കാണും. ആമേൻ, പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന് പ്രയോജനമുള്ളതിന്റെ കണ്ണിൽ ആമേൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ അപ്പന്റെ കണ്ണിൽ ഓരോരുത്തരും മുടക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഓരോരുത്തരെയും കർത്താവ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദൈവ പ്രവർത്തിക്ക. നിന്റെ തലമുറയെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദൈവ പ്രവർത്തിക്ക. ഹല്ലേലൂയ.
ഓ റമനക സിയാംതേനെ റീഥാലകടക ശംദനാരകൾ കടകസി അർത്ഥൽ പ്രൗഢവന. കർത്താവ് കണ്ടതുകൊണ്ടാ ഈ ശൂന്യത വന്നേ. കർത്താവ് നിന്നെ കണ്ടതുകൊണ്ടാ നീ ഈ പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നേ. കർത്താവിന് നിന്റെ കുടുംബത്തിനകത്ത് ഒരു പദ്ധതി ചെയ്യാനുള്ളത് കൊണ്ടാ ഇത്രയും കോളിളക്കങ്ങളും ശൂന്യതകളും ഇത്രയും നിന്ദകളും പരിഹാസങ്ങളും ആമേൻ മറ്റുള്ളവരുടെ ആമേൻ ആട്ടും തുപ്പും കേട്ട് നീ ഏറ്റവും അധികം വേദനപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു പക്ഷേ ശീമോനെ മറ്റുള്ളവർ കളിയാക്കി കാണും. ആമേൻ. നീ രാത്രി മുഴുവനും അധ്വാനിച്ചില്ലേ, നീ മുഴുവൻ നീ കിടന്ന് അധ്വാനിച്ചില്ലേ, നിനക്കൊന്നും കിട്ടിയില്ലല്ലോ. ആമേൻ. എങ്ങനെയെങ്കിലും ഒന്ന് വല കയറി ജീവൻ രക്ഷപ്പെടാം ആമേൻ എന്ന് പറഞ്ഞ് ഓടാൻ നിൽക്കുമ്പോഴാ ഇതാ കർത്താവ് ആമേൻ ഹല്ലേലൂയ ആ പടകിലൊന്ന് കയറി. ശീമോൻ ഉള്ളതായ ഒന്നിൽ ആമേൻ കർത്താവ് ഇതാ കയറി. അവൻ കയറിയത് വെറുതെയല്ല, വചനം അതിനകത്ത് നിറയ്ക്കാനാ. വചനം എവിടെ നിറയുന്നോ, വചനം എവിടെ നിറയുന്നോ, വചനം എവിടെ വിതയ്ക്കപ്പെടുന്നോ അത് കണ്ണുനീര് കൊണ്ട് മുളച്ചു വരും. അത് മഴ പെയ്യണമെന്നൊന്നുമില്ല, നീ ഒന്ന് കരഞ്ഞാൽ മതി, അത് മുളച്ചു വരും. ചൂടാമന അതാരഘടക ശബ്ദനാരകൾ കടകസിയ വൈഡർ പ്രൗഢമന ദീപലഘടക ശബ്ദനാരകൾ കടകസി. വചനത്തിന്റെ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. അത് മഴ വേണമെന്നൊന്നുമില്ല, നനഞ്ഞ് ആമേൻ ഹല്ലേലൂയ മുളച്ചു വരാൻ ആമേൻ മഴ വേണമെന്നൊന്നുമില്ല. നീ ഒന്ന് കരഞ്ഞാൽ മതി, നീ ഒന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ മതി, ഈ വചനം കിളുത്തു വരും. വചനമാകുന്ന വിത്ത് ആമേൻ പ്രതിക്രിയ ചെയ്യും. അത് നിന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾക്കകത്തേക്ക് പരിവർത്തിച്ചു തുടങ്ങും. അതുകൊണ്ട് നീ ചത്തുപോകുമെന്നൊന്നും പേടിക്കണ്ട. നിന്റെ ഉള്ളിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. നിന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. നീ ചത്തുപോകുവാൻ സ്വർഗത്തിലെ അപ്പൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഡോക്ടർ വിധി എഴുതി കാണാം. ആമൻ. ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞു കാണാം, ആമൻ ഇനി കുറച്ച് നാളുകൂടെ ഉള്ളൂ, എന്തിനാ വെറുതെ മെഡിസിൻസ് കഴിക്കുന്നത്, എന്തിനാ വെറുതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, ആമൻ നീ പരാജയപ്പെട്ടു പോയി. ആമൻ ഹല്ലേലൂയ. നോ, ഇല്ല. ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാജയമാണ് നിന്റെ ആരംഭത്തിൻ്റെ തുടക്കം. പ്രൈസ് ദി ലോർഡ്. എവിടെ പരാജയം സംഭവിച്ചോ, എവിടെ പരാജയം സംഭവിച്ചോ പിന്നെ ചില പുതിയ തുടക്കമാണ് അതിനകത്ത് സംഭവിക്കുന്നത്. പിന്നെ ചില പുതിയ ആരംഭങ്ങളെയാ കർത്താവ് ആമേൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ആമേൻ ഹല്ലേലൂയ ഒന്ന് കരയിൽ നിന്ന് ആമേൻ അകത്തേക്ക് ആമേൻ കടലിന് ആ തടാകത്തിനകത്തേക്ക് ആമേൻ ഈ പടകിനെ ഒന്ന് നീക്കുക. കർത്താവ് പടകിലിരുന്ന് ദൈവത്തിന്റെ വചനം മനോഹരമായി ആമേൻ ഹല്ലേലൂയ പുരുഷാരത്തിന് കൂടിയിരുന്ന ജനത്തിന് വിളമ്പുവാനിടയായി. ആ ദൈവത്തിന്റെ വചനം ആമേൻ നിറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷേ ശീമോൻ ആമേൻ ഉള്ളിൽ ചിന്തിച്ചു കാണും, കർത്താവേ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ വാഞ്ചിയോടെ ഇരിക്കുന്നത് പോലെ ശീമോൻ ചിന്തിച്ചു കാണും, അയ്യോ എൻ്റെ ഈ ശൂന്യ വലയം നീ ഒന്ന് നിറയ്ക്കണമേ. ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടിരിക്കുന്നത് ആമേൻ കാണുന്നുണ്ടല്ലോ കർത്താവേ, നീ ഒരു വിടുതലയക്കണമേ. നമ്മളും കീറാമുട്ടിയായ വിഷയങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ കൊണ്ട് കരഞ്ഞിരിക്കുന്നില്ലേ? ഇതുപോലെ ആമേൻ ശീമോൻ ഒരു പക്ഷേ അവിടെ ഇരുന്ന് ഉള്ളുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കാണും. ആമേൻ ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞു കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവ് ആമേൻ ശീമോനോട് പറയുന്നൊരു വാചകം ഇങ്ങനെയുണ്ട്. ഇങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. കർത്താവ് നിന്റെ പടകിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ ശൂന്യതകളെ അവൻ അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തെ അവൻ അറിയും. ആമേൻ. നീ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലാണോ? ആമേൻ ഹല്ലേലൂയ. വചനം പറയുന്നു ആമേൻ ദൈവം അറിയാതെയല്ല നിന്റെ ജീവിതത്തിനകത്ത് ഇതൊന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗ്ഗത്തിലെ അപ്പൻ അറിയാതെ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലിന്റെ കുടുംബത്തിനകത്ത് ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ, നിന്റെ ശരീരത്തിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് നീ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്പൻ അറിയാതെയല്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഒരു ദൈവ പൈതലിനൊരു പ്രശ്നം വന്നാൽ നീ ചിന്തിച്ചോളണം, എൻ്റെ കൂടെ അപ്പനുണ്ട്, എൻ്റെ പടകിൽ അപ്പനുണ്ട്. നീ അതൊന്ന് ചിന്തിച്ചാൽ മതി, നിന്റെ വിഷയത്തിന് 100% വിടുതല. ഹല്ലേലൂയ. നീ ഒന്ന് അംഗീകരിക്കുവാൻ തയ്യാറായാൽ മതി, എൻ്റെ പടകിൽ അപ്പൻ വേണം, എൻ്റെ പടകിൽ സ്വർഗത്തിലെ അപ്പൻ വേണം. ആ അപ്പൻ്റെ സാന്നിധ്യത്തിൽ ആമേൻ ഞാൻ നിറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നിന്റെ ഹൃദയത്തെ നീ കൊടുത്താൽ മതി. സ്വർഗത്തിലെ അപ്പൻ നിന്നെ മാനിക്കുന്നതിന് കാരണമായി തീരും. കർത്താവിന് ആമേൻ
ആമേൻ ഹല്ലേലൂയ. ശിമോന്റെ എല്ലാ അവസ്ഥകളും ആമേൻ കർത്താവിന് മനസ്സിലായി. കർത്താവ് പറഞ്ഞു, ആമേൻ ശിമോനെ നീ ആഴത്തിലേക്ക് വലയിറക്ക്. ആമേൻ ഹല്ലേലൂയ. ഉടനെ ശിമോൻ പറഞ്ഞ വാചകം ഇതാ, നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഈ ആഴക്കടൽ മുഴുവനും ഈ തടാകം മുഴുവനും ഞങ്ങൾ രാപ്പകൽ ആമേൻ ചൂണ്ടയിട്ടു, ഞങ്ങൾ രാപ്പകൽ ആമേൻ വലയിറക്കി, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. ആമേൻ ഒന്നും ലഭിച്ചില്ല, ഒന്നും ലഭിച്ചില്ല. പക്ഷേ നിന്റെ വാക്കിന് മുമ്പിൽ ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പന്റെ ശബ്ദത്തിന് മുമ്പിൽ നീ വലയിറക്കുവാൻ തയ്യാറാണോ? നിന്നോട് തന്നെ ചോദിച്ചാട്ടെ, അപ്പാ ഇന്ന് രാത്രി നീ എന്നോട് സംസാരിച്ചാൽ നിന്റെ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ കീഴടങ്ങുവാൻ തയ്യാറാകുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല, എൻ്റെ ഭർത്താവിനെ കണ്ടിട്ടല്ല, എൻ്റെ ഭാര്യയെ കണ്ടിട്ടല്ല, എൻ്റെ ബന്ധുക്കളെ കണ്ടിട്ടല്ല, എൻ്റെ മക്കളെ കണ്ടിട്ടല്ല, നിന്റെ വാക്കിന്, നിന്റെ ശബ്ദത്തിന്, നിന്റെ പ്രസൻസിന് ആമേൻ ഞാൻ വലയിറക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പന്റെ ശബ്ദത്തിന് ആര് കീഴടക്കുവാൻ തയ്യാറാണോ, സ്വർഗത്തിലെ അപ്പൻ വലയെ നിറയ്ക്കുവാൻ ശക്തനാണ്. ആമേൻ. നമുക്കവിടെ വീണ്ടും കാണുവാനിടയായിത്തീരും. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം ആമേൻ അവൻ്റെ വല കീറാറാകുകോളം അവന് ലഭിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആമേൻ ആഴത്തിൽ വലയിറക്കിയപ്പോൾ അന്ന് വരെ കിട്ടാത്ത നിറഞ്ഞ അനുഭവം. ഒന്ന് ചിന്തിച്ചു നോക്കണമേ. അവർ മുഴുവനും ആമേൻ അധ്വാനിച്ചിട്ട് കിട്ടാത്തതിനെ സ്വർഗത്തിലെ ദൈവം അപ്പോൾ കൽപ്പിച്ചു, അപ്പോൾ വർദ്ധിപ്പിച്ചു. ആമേൻ പെരുക്കുവാനിടയായി. ആമേൻ 5 അപ്പത്തെയും 2 മീനിനെയും ആമേൻ ഹല്ലേലൂയ ഒറ്റ വാക്കുകൊണ്ട് നുറുക്കി വർദ്ധിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ എത്ര പേർക്ക് ദൂത് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല, എത്ര പേർക്ക് അതിന്റെ മർമ്മം പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. 5 അപ്പത്തെയും 2 മീനിനെയും സ്വർഗത്തിലെ അപ്പനെ വാഴ്ത്തി നുറുക്കി വർദ്ധിപ്പിക്കുവാൻ, ശേഷിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആ കടലിനകത്ത് ഒറ്റ വാക്കുകൊണ്ട് വല കീറാറാകുവോളത്തെ പെരുത്ത മീനിനെ വർദ്ധിപ്പിച്ചു തരുവാൻ ചൂടാബാബ റേഥേരഘടക ശബ്ദനാരകാനഘടകസി അന്തൽ പ്രൗഢവന അധാരഘടക ശബ്ദനാരകൾ ഘടകസി അവന്റെ ഒരൊറ്റ വാക്കുമതി സകലതും ആമേൻ പെറ്റുപെരുകുവാൻ ചൂടാമ റേഥേരഘടക ശബ്ദനാരകൾ ഘടകസി ആമേൻ. ഹല്ലേലൂയ. വചനം വ്യക്തമായി പറയുന്നു, അവർ രാവും പകലും ആമേൻ ഹല്ലേലൂയ ആ ആഴത്തിലെല്ലാം മുങ്ങാക്കുഴിയിട്ട് അവർ അധ്വാനിച്ചതാ. എവിടെയായിരുന്നു? ആമേൻ ഹല്ലേലൂയ. ഒരെണ്ണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ തടാകത്തിന്റെ അടിയിൽ അവർക്ക് കിട്ടത്തില്ലേ? നോനോ, ഞാൻ പറയുന്നു അതൊരു ഭയങ്കര വെളിപ്പാടാകട്ടോ. അതുവരെയും കിട്ടാത്തത് വലയിൽ നിറഞ്ഞപ്പോൾ, പിന്നെ അങ്ങോട്ട് ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആമേൻ ഉള്ളിനകത്ത് തടയപ്പെട്ട് കിടന്നത് ആമേൻ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. ഓ റമന റേഥേലഘടക ശബ്ദന റീഥാലഘടക ശബ്ദന ഓ റീഖാലഘടകസി. സ്വർഗത്തിലെ അപ്പൻ തരുന്നത് അങ്ങനെയാ, സ്വർഗത്തിലെ അപ്പൻ തരുന്നത് അങ്ങനെയാ. ആരോടൊക്കെയുള്ള വെളിപ്പാടാ, ആരോടൊക്കെയുള്ള ഒരു ദൂത ഇതുവരെയും നീ കണ്ടിട്ടില്ലായിരിക്കാം, ഇതുവരെയും നീ കേട്ടിട്ടില്ലായിരിക്കാം. ചിലതൊക്കെ അപ്പൻ അടച്ചു വെച്ചിരിക്കുക. ചൂടാ ഓ റേധേരി ഘടകസി അംതുന രഗാനഘടകസി റേഥേലഘടക ശബ്ദന. ചിലതൊക്കെ നിന്റെ കണ്ണിന് മറയപ്പെട്ടിരിക്കുക. ഓ റീബ രഗന ദീപല ബൗഡ അധുരാദേര ശബ്ദേ രഗനെ അർത്ഥര ദീപല ബൗഡ റിഖാനഘടകസി. ഹല്ലേലൂയ. അതുവരെയും അമ്മൻ ശീമോന്റെയും കൂടെയുള്ളവരെയും കണ്ണിനെ അമ്മൻ മറയിപ്പിച്ചിരുന്ന വലിയൊരു പെരുത്ത കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നതാ. നിന്റെ കണ്ണിൻ മുമ്പ് തന്നെ ചിലതുണ്ട്. അമ്മ നിന്റെ കണ്ണിൻ മുമ്പിൽ തന്നെ ചിലതുണ്ട്. ആ ഒന്നിനെ പരിശുദ്ധാത്മാവ് നുറുക്കുവാൻ പോവുകയാ. വർദ്ധനവിന്റെ രാത്രിയാ, വർദ്ധനവിന്റെ രാത്രിയാ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഒരു വർദ്ധനവിന്റെ രാത്രി. ഉപവാസത്തിന്റെ 14ാമത്തെ രാത്രിയിൽ വർദ്ധനവിന്റെ രാത്രിയാ. ഓ അവന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് വലിയൊരു വർദ്ധനവ്, നിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയൊരു വർദ്ധനവ്.
യേശുവിൻ്റെ നാമത്തിൽ. ഒത്തിരി കാലം കൊണ്ട് പലയിടത്തും ട്രൈ ചെയ്യുന്നില്ലേ? എന്തെങ്കിലും ഒരു ജോലി മതി. പക്ഷെ കർത്താവ് പറയുന്നു, അങ്ങനെ എന്തെങ്കിലും ഒന്ന് തന്ന് നിന്നെ ഒതുക്കുവാൻ എനിക്ക് പദ്ധതിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന് തന്ന്, അവൻ ഏറ്റവും ചെറുത് തന്ന് നിന്നെ ഒതുക്കുവാൻ അപ്പന് പദ്ധതിയില്ല. കാരണം എന്തെന്നറിയാവോ? അവൻ്റെ വാക്ക് മതി നിന്നെ ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടിരുത്താൻ. അവന്റെ ഒരൊറ്റ വാക്ക് മതി ദാരിദ്ര്യത്തിൽ കിടക്കുന്നതിന്, കുപ്പയിൽ കിടക്കുന്നതിന് ഉയരത്തിലേക്ക് കൊണ്ട് മാനിക്കുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരൊക്കെ കരയുന്നുണ്ട്? അപ്പാ ഞാൻ കുപ്പയിൽ കിടക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കുപ്പയിൽ കിടക്കുന്നവളാ, എൻ്റെ തലമുറകൾ കുപ്പയിൽ കിടക്കുന്നവളാ. എൻ്റെ തലമുറകളെ മാനിക്കണമേ, എൻ്റെ കുടുംബത്തെ മാനിക്കണമേ. എനിക്ക് ചെയ്യുവാൻ കഴിയാത്തത് എൻ്റെ തലമുറകളിലൂടെ ചെയ്യണമേ. നുറുങ്ങുവാൻ തയ്യാറാണോ? വർധനവിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാണോ? നിനക്ക് പറ്റാത്തത്, നിനക്ക് ചെയ്തെടുക്കുവാൻ പറ്റാത്ത വാഗ്ദത്തം നിന്റെ തലമേലുണ്ട്, നിന്റെ തലമുറകളുടെ തലമേലുണ്ട്. അവർ ചെയ്യുന്ന വാഗ്ദത്തങ്ങൾ കണ്ട് അവർ പ്രാപിക്കുന്ന വാഗ്ദത്തം അനുഭവിക്കുവാൻ കർത്താവ് നിന്നെ തയ്യാറെടുപ്പിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ആരോടോ കർത്താവ് ദൂത് കൈമാറുന്നു. വാഗ്ദത്തം ചുമക്കുന്നവരെ, ആമേൻ, ദൈവിക വാഗ്ദത്തം കാണുവാൻ നിന്നെ പരിശുദ്ധാത്മാവ് തയ്യാറെടുപ്പിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ശീമോന്റെ വലയെ നിറച്ചുവെങ്കിൽ, ശീമോന്റെ പടകിൽ കർത്താവ് കയറിയെങ്കിൽ, ഇന്ന് രാത്രി നിന്റെയും പടകിൽ സ്വർഗത്തിലെ അപ്പൻ കയറിയിട്ടുണ്ട്. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒരു തമാശയല്ലായിരുന്നു, ഒരു തീയായിരുന്നു. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എഴുതിയിട്ടോ, വല കീറാറാകുവോളം തെക്കു നിന്നും വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും സ്പ്ലിറ്റ് സംഭവിക്കുന്ന ഒരു അഭിഷേകം, റമന സിയന്തേനെ സമയമില്ലാതെ എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിക്കുന്ന തരത്തിൽ വലിയൊരു നീരൊഴുക്ക് അഭിഷേകമുള്ളവർ പ്രാപിച്ചെടുത്താതെ ഞാൻ അതിനെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഓടുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ. ജൂഡമന ഹംദനാരകൾ കടകസി അർത്ഥൽ പ്രൗഢമന അഥാനഘടക ശബ്ദരകഥന ഘടകസി. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടം. പ്രൈസ് ദി ലോർഡ്. എന്നെ, ആമേൻ, ഹല്ലേലൂയ, ഇതിനേക്കാൾ ഏറ്റവും എന്നെ ടച്ച് ചെയ്തൊരു ഭാഗമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാനത്, ആമേൻ, മധ്യപ്രദേശിലായിരിക്കുമ്പോൾ ഞാനൊരു ഭവനത്തിലാണെന്ന് തോന്നുന്നു. മെസ്സേജ് കൊടുക്കുന്ന സമയം ഞാൻ ഈ, ആമേൻ, ഭാഗം എടുക്കുവാനിടയായി. ഞാൻ മെസ്സേജിന് വേണ്ടി നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ചിന്തയിൽ, ആമേൻ, പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ, ആമേൻ, കയറിക്കൂടിയൊരു ഭാഗം ഇതാണ്. ഒരു ഉന്നതൻ്റെ ഭവനത്തിൽ ഞങ്ങളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു ഭവന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുമടക്കിയതായിരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി അന്ന് തന്നൊരു ദൂത്. ആമേൻ, ഹല്ലേലൂയ. നമ്മളെല്ലാം ഈ ബൈബിളിലെ ഈ ഭാഗം 5-ാമത്തെ അധ്യായം നമ്മൾ അരിച്ചു പറക്കി. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ശീമോൻ്റെ പടക് നിറഞ്ഞ് കവിഞ്ഞതിൽ അസൂയ ഉണ്ടായിരുന്നതായിട്ട് ആരെങ്കിലും കണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്തവൻ്റെ വീട്ടിൽ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തവന്റെ വീട് നമ്മളെ വീട്ടിനേക്കാൾ 5 പടി ഉയർന്നിട്ടുണ്ടെങ്കിൽ മുഖത്ത് നോക്കുവോ? പിന്നെ ആ കുടുംബത്തോട് മിണ്ടുവോ? നോ. ബൈബിളിനകത്ത് വ്യക്തമായി കാണുവാൻ കഴിയും. ആമേൻ, വല കീറാറാകുവോളം, ആമേൻ, ആ പടകും വലയും നിറഞ്ഞു കവിയുന്ന സമൃദ്ധി, ആമേൻ, വലിച്ചു കയറ്റാൻ പറ്റാതെ അത്രത്തോളം വർധനവാ. വലിച്ചു കയറ്റാൻ പറ്റാതെ, ആമേൻ, പിടിച്ചിങ്ങനെ വലിച്ചു പിടിക്കുമ്പോ ഇവരെ കൊണ്ട് പറ്റാതെ വന്നപ്പോ, ആമേൻ, അപ്പുറത്തുള്ള പടകിലുള്ളവരും കിട്ടാത്തവന്മാരും കിട്ടിയവന്മാരും വല നിറഞ്ഞവന്മാരും ഒന്നും കിട്ടാത്തവരും ഓടി വന്ന് പടകിനെ വലിച്ചു കയറ്റുന്നൊരഭിഷേകം. ഹല്ലേലൂയ. ഓ റബാല ശെന്തനെ റേഥലഘടകസി അർത്ഥന രവൽശമന. നമ്മുടെ മിനിസ്ട്രിയെ കർത്താവ് അതുപോലെ തീർക്കും, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മിനിസ്ട്രിയെ കർത്താവ് അത്രത്തോളം വലിയൊരു പ്രവൃത്തിയിലേക്ക് ഇതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെ തന്നെ സംഭവിക്കും. ഇത് യഹോവയാൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2025
25 ഇങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 2 സ്ഥലത്ത് സ്പ്ലിറ്റ് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ അഭിഷക്തന്മാർക്ക് റെസ്റ്റ് ഇല്ലാത്തവരോടും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇവരൊക്കെ കുറച്ചു കാലം റെസ്റ്റ് എടുത്ത് മതി. ആമേൻ, ഇവരെ കുറെ കാലം റെസ്റ്റ് എടുത്ത് മതി. ഇനി ഇവരുടെ ആമേൻ റിട്ടയർമെന്റിന്റെ സമയമല്ല, ഇവർക്ക് ഓടാനുള്ള സമയമാ. ആമേൻ, ഇവർക്ക് ഓടാനുള്ള സമയമാ. കർത്താവ് അഡീഷണൽ കാലുകളൊക്കെ, മാൻപേടെ കാലുകളെയൊക്കെ ഇവരുടെയൊക്കെ കാലുകളിൽ കർത്താവ് ഫിറ്റ് ചെയ്തു. ഈ 21 ദിവസം ഉപവാസം അതിനുള്ളതായിരുന്നു, തയ്യാറെടുപ്പുകൾക്കുള്ള ഒരുക്കത്തിനുള്ള ചവിട്ടുപടിയായിരുന്നു. ആമേൻ, 2025 ആമേൻ, ഹല്ലേലൂയ, എവിടെ വരണമെന്നുള്ള കൺഫ്യൂഷനിൽ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. അപ്പൻ ഇതിനകത്ത് വാഗ്ദത്തം തന്നുവെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ചൂടമന റേഥേലഘടക ശബ്ദനാരകൾ ഘടകസി അധൂരവൽ പ്രൗഢമന. അതിനുവേണ്ടി ആമേൻ, ഹല്ലേലൂയ, സ്പോൺസറുകളെ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് വരെയും ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തതും ആമേൻ നമ്മുടെ സഭയ്ക്കകത്ത് വന്നെങ്കിൽ നിങ്ങൾ പോലും കണ്ടിട്ടില്ലാത്തവരുണ്ട്, നിങ്ങൾക്ക് പോലും അറിയാത്തവരുണ്ട്. അവരുടെയൊക്കെ അധ്വാനമായി ഇവിടെ ഇരിക്കുന്ന ഓരോന്നും, അവരുടെയൊക്കെ കണ്ണുനീരിൻ്റെയും വിയർപ്പിൻ്റെയും വിലയാ ഇതിനകത്തിരിക്കുന്ന ഓരോന്നും. അങ്ങനെയെങ്കിൽ ഇനിയും കർത്താവ് സ്പ്ലിറ്റ് ചെയ്യും, ഇനിയും കർത്താവ് വർദ്ധിപ്പിക്കും. നമ്മുടെ വല കീറാറാകുവോളം ഒത്തിരി പടകിലുള്ളവരെ കൂടെ വലിച്ചു കയറ്റുവാൻ ആമേൻ വിളിക്കത്തക്ക രീതിയിൽ ഒരു വലിയ വിശാലത ചൂടമന ശബ്ദനാരകൾ ഘടകസിയ അതങ്ങനെ സംഭവിക്കും കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. കാരണം നമ്മൾ കരഞ്ഞതൊന്നും ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടിയല്ല. ഞങ്ങൾ ജസ്റ്റ് വിഷയം ആമേൻ ദൈവസന്നിധി സമർപ്പിക്കും. പിന്നെ കരയുന്നത് മുഴുവനും ഒരു 50,000-ത്തിലധികം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഇതിന്മേലെല്ലാം കർത്താവ് അത്ഭുതം അയക്കണമേ, അതിന്മേലെല്ലാം കർത്താവ് തീരാക്കണമേ, അതിന്മേലെല്ലാം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. റെസ്റ്റില്ലാതെയുള്ള ഓട്ടവാ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ വിചാരിച്ചു 30-ാം തീയതി കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒന്നിരുന്ന് റെസ്റ്റ് എടുക്കാം. ഇല്ല, ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സമയമില്ല. ഹല്ലേലൂയ. കർത്താവ് ഓടുവാനുള്ള കൃപ തന്നു. ആമേൻ, കർത്താവ് ഓടിക്കൊണ്ടിരിക്കാനാ കർത്താവ് വിളിച്ചത്. ഒരിടത്ത് അടങ്ങിയിരുന്നാൽ ശരിയാകത്തില്ല. കർത്താവ് ദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു അഭിഷേകം. റമന ശേന്തനെ ദീപാലഘടകസിയ അർത്ഥപ്രൗഢമന. നിന്റെ തലമുറയിൽ മേൽ കേട്ട വാഗ്ദത്തത്തെ പരിശുദ്ധാത്മാവ് സ്പ്ലിറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവ് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്നിന്റെ മേലല്ല വാഗ്ദത്തം, 2ന്റെ മേൽ വാഗ്ദത്തമുണ്ട്. അത് പുറത്തു വരുവാൻ പോകുകയാ, അത് പുറത്തു വരുവാൻ പോകുകയാ, അത് പുറത്തു വരുവാൻ പോകുകയാ, അത് പുറത്തു വരുവാൻ പോകുകയാ. റമന അറഗസിയാംദേനെ ധീരാജനാദകൾ ഘടകസി അർത്ഥപ്രൗഢമന ദീവലഘടക ശബ്ദാരകന അധൂരവൽ പ്രൗഢമനാരകൾ ഘടകസി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ 7ാമത്തെ വാക്യം, അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2ഉം മുങ്ങുവാറാകുവോളം ആമേൻ, ഹല്ലേലൂയ, നിറച്ചു. ആമേൻ, നിറവിൻ്റെ ഈ അനുഭവം കണ്ടപ്പോൾ ശീമോന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആമേൻ, തൻ്റെ ജീവിതത്തിനകത്ത് വന്ന സകല ബലഹീനതകളെയും അപ്പൻ്റെ സന്നിധിയിൽ എറിഞ്ഞ് കാൽക്കൽ വീണ് ആമേൻ ദൈവസന്നിധിയിൽ ചേരുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. ശീമോനെ വിളിച്ചത് മനുഷ്യനെ പിടിക്കുന്നവനാക്കാനാ, മനുഷ്യനെ പിടിക്കാൻ വേണ്ടിയാ. ആമേൻ, വല കീറാറാകുവോളം നിറച്ചു കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇത് നീ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ കൂടെ നീ മനുഷ്യരെ പിടിക്കാൻ വരാ. ഇതിനകത്തുള്ള പരോളോടുമുള്ള ദൂത നിന്നെ മനുഷ്യനെ പിടിക്കാനാക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നോ? 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 ഈ ലോകത്തിന് തരാൻ പറ്റാത്തത് നിന്റെ കുടുംബത്തിനകത്ത് ദൈവം തരാൻ പോകുന്നു. ഈ ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത വലിയൊരു ഭാഗ്യ പദവി നിന്റെ കുടുംബത്തിൽ സ്വർഗത്തിലെ അപ്പൻ നൽകുവാൻ പോവുകയാ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പടക് കരയ്ക്ക് അടുപ്പിച്ച് കർത്താവ് അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിടുതലാണ്. ഇന്ന് രാത്രിയിലും ആമേൻ നിന്റെ പടകിൽ കർത്താവുണ്ടോ? ആമേൻ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ഉത്തമ ബോധ്യത്തോടുകൂടെ സ്വർഗത്തിലെ അപ്പനെ നിന്റെ പടകിലേക്ക് വിളിച്ചു കയറ്റിയാട്ടെ. റമനക സിയാംദേനെ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആമേൻ, ദയവായി ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ചില നിമിഷങ്ങൾ കൂടെ നിങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ജൂഡമന റേഖേലഘടകസി
അർത്ഥപ്രൗഢവന ദുരാജകൾ ഘടകസിഹ അന്തപ്രൗഢവന രഗംതുനി. കർത്താവ് ഇന്ന് രാത്രിയിൽ അവൻ ഇവരുടെ പടകുകളുടെ മേൽ അപ്പൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. സ്വന്തമായി അവർ വലയിറക്കി ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല, ഇവരുടെ കുടുംബത്തിനൊന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല, ഇവരുടെ തലമുറകൾക്കൊന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു, അപ്പൻ്റെ ശബ്ദത്തിന് മുമ്പിൽ ഇന്ന് രാത്രി അവർ വലയിറക്കുവാൻ തയ്യാറാകട്ടെ. ആമേൻ. മറ്റുള്ളവർക്ക് അസൂയ വരത്തക്ക രീതിയിൽ ഇവരുടെ ജീവിതത്തിൻ്റെ ലെവലുകൾ മാറട്ടെ, മിനിസ്ട്രിയുടെ ലെവലുകൾ മാറട്ടെ. കർത്താവേ, അടിയൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.